അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം പരിസമാപ്തിയിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ അവർ ഈ കരാറൊക്കെ വെച്ചു, അതിൽ ഇനിയൊന്നും യുദ്ധമുണ്ടാവില്ല എന്നൊക്കെയുള്ള പല ചർച്ചകളും ആ കരാറിലൊക്കെ രണ്ടുപേരും ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും ആ കരാർ ചിലപ്പോൾ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു യുദ്ധം തന്നെ പെട്ടെന്നുണ്ടാകാം എന്നൊക്കെ ഒരു സാധ്യതയുണ്ട്. ഹോർമോൾ കടലെടുക്ക് വീണ്ടും ഒരു പ്രക്ഷുബ്ധമാകാം, അല്ലെങ്കിൽ അവിടെ വീണ്ടും ഒരു ഇറാൻ അടയ്ക്കാം എന്നൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കാരണം പൂർണ്ണമായും ഇനിയൊരു യുദ്ധം ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഏകദേശം ഒരു മാസമെങ്കിലും സമാധാനമായി പോയാൽ മാത്രമേ ഇനിയൊരു യുദ്ധം ഉണ്ടാകില്ല എന്നെങ്കിലും നമുക്ക് വിലയിരുത്താൻ പറ്റൂ. ഇവിടെ ഇപ്പോൾ ഇസ്രയേലിനെ സഹായിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഒരു തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. നമുക്കറിയാം, ഈ ഇസ്രയേലിൻ്റെ മൊസാദ് എന്ന് പറയുന്ന രഹസ്യാന്വേഷണ ഏജൻസി വലിയ രീതിയിൽ ശക്തമാണ്. അവർ ഇറാനിലൊക്കെ എത്തിയെങ്കിലും അവർക്ക് പലതരത്തിൽ ഇറാനിൽ തന്നെ അവർക്ക് മൊസാദിൻ്റെ ആളുകൾ ഇറാനിലേക്ക് ഉണ്ടെങ്കിലും അവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ചില കുനിഷ്ഠ വഴികൾ ഇറാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ ഇറാൻ ഈ ആണവോർജ മേഖലയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഡേറ്റയൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി അന്താരാഷ്ട്ര ഏജൻസി ഒരു തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര ഏജൻസി പറയുന്നത്, നമ്മൾ ഇറാനിൽ വന്ന് നിങ്ങളുടെ ഈ ആണവോർജ മേഖലയൊക്കെ നമ്മളൊന്ന് പഠിക്കും, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അത് ഇറാന് മനസ്സിലായി ഇത് ഇസ്രയേലിനെ ചോർത്തി നൽകാനുള്ള ഒരു നീക്കമാണെന്ന്. അപ്പോൾ ഇറാൻ പറഞ്ഞു പറ്റില്ല, ആ പരിപാടി വേണ്ട എന്ന് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇറാനും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും തമ്മിൽ ആണവ പരിശോധനയെ ചൊല്ലി വാക്പോരുകൾ ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അതൊരു പുതിയൊരു തലത്തിലേക്ക് പോവുകയാണ്. ഇറാന്റെ ആണവ നിലയങ്ങളിൽ കർശന പരിശോധന നടത്തുമെന്ന് അധ്യക്ഷൻ റാഫേൽ മറിയാനോ ഗ്ലോസിയുടെ പ്രസ്താവനയാണ് ഇറാന്റെ കടുത്ത അതിർത്തിക്ക് ഒരു പ്രധാന കാരണമായത്. ആണവ പരിശോധനകളുടെ മറവിൽ ഇസ്രായേലിന് രാജ്യത്തിന്റെ സുപ്രധാന രഹസ്യങ്ങൾ ചോർത്തി നൽകാൻ അനുവദിക്കില്ല എന്ന് ഇറാന്റെ ഔദ്യോഗിക സർക്കാർ മാധ്യമമായ IRIB വ്യക്തമാക്കിയിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ അടുത്തിടെ ഒരു താത്കാലിക സമാധാന കരാർ ഒപ്പുവെച്ചിരുന്നു. അതിൽ 60 ദിവസത്തെ ഈ താത്കാലിക ഉടമ്പടി പ്രകാരം ഇറാന്റെ ആണവ സാമഗ്രികൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഡൊണാൾഡ് ട്രംപും ഇറാൻ സമ്പൂർണ്ണ ആണവ പരിശോധനയ്ക്ക് സമ്മതിച്ചതായി അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ തങ്ങളുടെ ആണവ നിലയങ്ങളിൽ അന്താരാഷ്ട്ര പരിശോധനകൾക്ക് സമ്മതിച്ചിട്ടുണ്ട് എന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണം നിലവിലുള്ള ചട്ടങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും വിധേയമായി മാത്രമേ തുടരുകയുള്ളൂവെന്നാണ് ടെഹ്റാൻ ആവർത്തിച്ച് പറയുന്നത്. തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പുതിയ അവകാശവാദം ഉന്നയിച്ചത്. ആണവ പരിശോധനകൾക്ക് ഇറാൻ പൂർണ്ണമായി സമ്മതിച്ചിട്ടുണ്ട്. ഇത് ആണവ രംഗത്തെ സുതാര്യത ഉറപ്പാക്കും. അവർ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ചർച്ചകളുമായി മുന്നോട്ട് പോകുമായിരുന്നില്ലെന്ന് ട്രംപ് പറയുകയാണ്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ന്യൂസിലാൻഡിൽ ആരംഭിച്ച അമേരിക്ക ഇറാൻ ചർച്ചകളെ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്ന വ്യത്യസ്ത അവകാശവാദങ്ങളുടെ തുടർച്ചയായാണ് പുതിയ വിവാദം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർക്ക് രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കാൻ ഇറാൻ തയ്യാറാകാത്തതോടെ ചർച്ചകളിൽ നിർണായക പുരോഗതി കൈവരിച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസും നേരത്തെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കകം പ്രതികരിച്ച ടെഹ്റാൻ IAEAയുമായുള്ള സഹകരണം നിലവിലുള്ള നിയമപരവും സാങ്കേതികവുമായ ചട്ടക്കൂടിനുള്ളിൽ മാത്രമേ തുടരുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ട്രംപ് അവകാശപ്പെടുന്നത് പോലെ പുതിയൊരു ധാരണകളൊന്നും നിലവിലില്ല എന്ന സൂചനയാണ് ഇറാന്റെ പ്രതികരണത്തിൽ നിന്നും ഉണ്ടാകുന്നത്.